ഇപ്പൊ വീടിന്റെ റൂമാണ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ വീടിന്റെ സാഹചര്യം നമുക്ക് കാണുമ്പോൾ ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര സാധാരണ ആയിട്ടുള്ള ആൾക്കാരാണ്. വീടൊക്കെ കാണിക്കുന്ന വീട് നെപ്പോളിയന്റെ തന്നെയല്ലേ? അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെയാണ് ഇങ്ങനെ ഒരു നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് അതിനകത്ത് നമുക്ക് മനസ്സ് തളരാൻ പഠിക്കും. ഞാൻ ഒരു വീഡിയോ എടുക്കുമ്പോൾ അമ്മ പറയും, എടാ അത് അവിടെ കാണും, ഇത് കാണും, ഒരു തുണി ഇട്. അതിന്റെ ആവശ്യമില്ല, നമുക്കില്ല. നമ്മളെന്താണ് നമ്മള് എത്രയോ പേര് ഓരോ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നു. അങ്ങനെ നമുക്ക് അത്രയെങ്കിലും കിട്ടിയത് വളരെ ഒരു നല്ല കാര്യം. അപ്പം നമുക്ക് ഒരു സമയത്ത് ഒരു നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് സെറ്റ് ചെയ്ത് തരും. പക്ഷെ എന്നാലും ആ ചെറിയ വീട് എന്റെ സ്വർഗം. നമ്മുടെ വീടാണ് നമ്മുടെ സ്വർഗം. അവിടെ നിന്നാണ് ഇവിടം വരെ എത്തിയത്. അതെ, നമ്മുടെ വീടാണ് നമ്മുടെ സ്വർഗം. അവിടെ നിന്നാണ്, ആ വീട്ടിൽ നിന്നാണ് ആ വീഡിയോ എടുത്ത് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ പല ആൾക്കാരും ഇപ്പൊ എല്ലാം മറച്ചു വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ നോക്കും. ഇപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു വീടാണെങ്കിൽ ചിലപ്പോൾ വേറെ ആരുടെയും വീട്ടിൽ പോയിട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നെപ്പോളിയന്റെ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ അത് ആൾക്കാരെ അതുപോലെ തന്നെ അറിയിക്കണം. അതെ 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 അതെ, നമുക്ക് അതിനകത്ത് ഒളിവുകളൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ അത് തന്നെ. എന്റെ വീടിന്റെ ഒരു ഭാഗം, അതായത് ഏത് ഭാഗമായാലും വീഡിയോക്കകത്ത് കാണാൻ പറ്റും. ഇന്ന ഭാഗങ്ങളാണ്. കൃഷ്ണ വരുന്നതൊക്കെ മുൻവശമാണ്. അത് ഞാൻ കിടക്കുന്ന റൂമാണ്. അപ്പൊ ഞാൻ കിടക്കുന്ന റൂമിലാണ് ഫുൾ ടൂൾസ്, പിന്നെ അത് സെറ്റ് ചെയ്യുന്ന സാധനങ്ങള്. അപ്പൊ ആ ഡോറ് ഒരു വാതിൽ പോലെ, നമുക്ക് ആ ഒരു ഇതുപോലെ കോവിലിന്റെ ഒരു ഇതുപോലെ. അപ്പൊ നമ്മളത് ഇറങ്ങി വരുമ്പോഴത്തേന് അതുകൊണ്ടാണ് ആ വീഡിയോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യണമെങ്കിൽ കൃഷ്ണന് നമുക്ക് നേരെ കൃഷ്ണൻ ഇറങ്ങി വരുവാണെങ്കിൽ അതിനൊരു ക്രിയേറ്റിവിറ്റി കിട്ടും. അതുകൊണ്ട് ബാക്കിൽ 2 കൈ വേണം, അതിനൊരു അശോക ചക്രം വേണം, അത് മഹാവിഷ്ണു. മഹാവിഷ്ണു. അപ്പം ആ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിട്ട് അപ്പം അങ്ങനെ നേരെ ഇറങ്ങി വരുവാണ്. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ബാക്കിൽ ചിലപ്പോൾ 4 കാല് കാണുമായിരിക്കും. അത് കണ്ടോട്ടെ. പക്ഷെ അത് കണ്ടെങ്കിൽ ഒരാൾ കമന്റ് ചെയ്യാൻ വരണ്ടേ. അപ്പൊ അതൊരു കണ്ടന്റ് ആണ്. അങ്ങനെയാണ് ആ വീഡിയോസ് ഒക്കെ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.